കാസർകോട്ടെ CPM സിറ്റിംഗ് സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നുവെന്നാണ് വിലയിരുത്തൽ. തൃക്കരിപ്പൂരിൽ 4900 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. തൃക്കരിപ്പൂരിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായെന്നാണ് വിലയിരുത്തൽ. ഉദുമയിൽ 1500 വോട്ടിന് പിന്നിലാകും. കാസർഗോഡ് ഷാനവാസ് പാദൂർ 40,000-ലേറെ വോട്ട് നേടും. മഞ്ചേശ്വരത്ത് പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ തൃക്കരിപ്പൂരിൽ 2016-ൽ ഏതാണ്ട് 16,000-ഉം 2021-ൽ ഏതാണ്ട് 26,000-വുമാണ് ഭൂരിപക്ഷം. അവിടെ നിന്നാണ് 4000 വോട്ടിലേക്ക് മാത്രം ഭൂരിപക്ഷം എത്തുമെന്ന് വിലയിരുത്തുന്നത്. വേണമെങ്കിൽ ഒരു അട്ടിമറി കൂടി സാധ്യമാകാം എന്ന നിലയ്ക്ക് തൃക്കരിപ്പൂർ മണ്ഡലം പാർട്ടിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? മാധു, തീർച്ചയായും ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂരിൽ ഇത്തവണ കടുത്ത മത്സരം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് CPIM വിലയിരുത്തുന്നത്. അതിൽ 2 ഘടകങ്ങളാണ് അതിൽ CPIMന്റെ ഈ പരിശോധനയിൽ അല്ലെങ്കിൽ ഈ അവലോകനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതിലൊന്ന് സന്ദീപ് വാര്യരുടെ സ്ഥാനാർത്ഥിത്വമാണ്. സന്ദീപ് വാര്യർ മണ്ഡലത്തിൽ വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് CPIM വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലൊക്കെ വലിയ സ്വാധീനം ചെലുത്താൻ സന്ദീപ് വാര്യർക്കായിട്ടുണ്ട് എന്ന് CPIM വിലയിരുത്തുന്നത്. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷ ഏകീകരണം മണ്ഡലത്തിൽ പ്രകടമായി തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് CPIMന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് 2 ഭാഗങ്ങളായി ന്യൂനപക്ഷ ഏകീകരണം നടന്നിട്ടുണ്ട്. അതിലൊന്ന് മലയോര മേഖലയുടെ ഭാഗമായിട്ടുള്ള 2 പഞ്ചായത്തുകളുണ്ട്, വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി പഞ്ചായത്തുകൾ. ഇതിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ ഏകീകരണവും അതോടൊപ്പം മുസ്ലിം ന്യൂനപക്ഷ മേഖലയിൽ സ്വാധീനമുള്ള 3 പഞ്ചായത്തുകൾ, തൃക്കരിപ്പൂർ, വലിയ പറമ്പ്, പടന്ന, ഈ 3 പഞ്ചായത്തുകളിൽ മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണവും സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് CPIM വിലയിരുത്തുന്നത്. അങ്ങനെ സംഭവിച്ചാൽ പോലും വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് CPIM പറയുന്നത്. നിലവിൽ 4900 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന കണക്കാണ് മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി കൈമാറിയിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് നേതാക്കൾ പറയുന്നത് ഉറച്ച വോട്ടുകൾ മാത്രമാണ് ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും നിലയിൽ സംശയമുള്ള വോട്ടുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ കണക്ക് അല്പം കൂടി വർദ്ധിക്കും, വിജയം എന്തായാലും അവിടെ ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ മാധു സൂചിപ്പിച്ചതാണ്, കഴിഞ്ഞ തവണ 26,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ M രാജഗോപാലൻ ജയിച്ച മണ്ഡലമാണ്. വലിയ ശക്തി കേന്ദ്രം, കയ്യൂരും ചീമേനിയും ഉൾപ്പെടെയുള്ള മണ്ഡലമാണ്. അവിടെ ഇത്തരത്തിൽ ശക്തമായ മത്സരം നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന്, ശ്രദ്ധേയമായ കണക്കുള്ളത് ഉദുമയിലാണ്. ഉദുമ നമുക്കറിയാം 1987 ശേഷം ഇതുവരെ ഇടതുപക്ഷം തോൽക്കാത്ത മണ്ഡലമാണ്. പക്ഷേ തൃക്കരിപ്പൂരിനെയോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ അത്തരത്തിലുള്ള ശക്തി കേന്ദ്രമായി നമുക്ക് ഉദുമയെ കാണാൻ കഴിയില്ല. അവിടെ പൂർണ്ണമായ ഒരു ഇടതു സ്വഭാവമുള്ള മണ്ഡലമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളൊക്കെ ഉദുമയിലുണ്ട്. പക്ഷേ ഉദുമയിൽ കഴിഞ്ഞ തവണ 13,000-ലധികം വോട്ടുകൾ കാണാം CH കുഞ്ഞമ്പു വിജയിച്ചത്. ഇത്തവണയും ആ വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ നിലവിൽ മണ്ഡലം കമ്മിറ്റി നൽകിയിട്ടുള്ള കണക്കിൽ 1500 വോട്ടിന് പിന്നിലാണ്. അപ്പോഴും ഞാൻ നേരത്തെ തൃക്കരിപ്പൂരിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ നേതാക്കൾ പറയുന്നത് ഉറച്ച വോട്ടുകൾ മാത്രമേ അതിൽ കണക്കാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഉദുമയിലും വിജയത്തിലേക്ക് പോകുമെന്ന ഒരു വിലയിരുത്തലുണ്ട്. പക്ഷേ കടുത്ത മത്സരം, അതിശക്തമായ മത്സരം ഉദുമയിലും നടക്കുന്നുണ്ട് എന്നതാണ് CPIM ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. മറ്റൊന്ന്, കാസർഗോഡ് മണ്ഡലമാണ്. ഇത്തവണ ശ്രദ്ധേയമായ മത്സരം നടന്നതാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ, LDF സ്വതന്ത്രമായി മത്സരിച്ച ഷാനവാസ് പാദൂർ 40,000-ലേറെ വോട്ടുകൾ നേടുമെന്നാണ് മണ്ഡലം കമ്മിറ്റിയുടെ കണക്ക്. അങ്ങനെയാകുമ്പോൾ അവിടെ എന്തായിരിക്കും റിസൾട്ട് എന്ന്, UDF ജയിക്കുമോ അല്ലെങ്കിൽ അത് BJPക്ക് അനുകൂലമാകുമോ അല്ലെങ്കിൽ എത്രത്തോളം ഷാനവാസ് പാദൂരിന്റെ വോട്ട് പോകും എന്നത് അവിടെ ഒരു സസ്പെൻസ് ആയി നിലനിൽക്കുന്നു. മഞ്ചേശ്വരത്ത് ഒരു വിജയത്തിലേക്ക് പോകുമെന്ന വിലയിരുത്തൽ CPIMനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവിടെ നിലവിൽ കഴിഞ്ഞ തവണ VV രമേശിന് ലഭിച്ച 41,000 വോട്ടിന്റെ ആ വോട്ടിൽ തന്നെ നിലനിൽക്കും. അത് പാർട്ടി വോട്ടിൽ ഏതെങ്കിലും നിലയിൽ ചോർച്ച ഉണ്ടാകും. നമുക്കറിയാം മഞ്ചേശ്വരം മണ്ഡലത്തിൽ BJP ജയിക്കുമെന്നൊരു ട്രെൻഡ് വരികയാണെങ്കിൽ അവിടെ CPIMന്റെ വോട്ടുകൾ ക്രോസ് വോട്ടായി UDFന് ചെയ്യപ്പെടാറുണ്ട് എന്നൊക്കെ രാഷ്ട്രീയമായി വിലയിരുത്തപ്പെടാറുള്ളതാണ്. പക്ഷേ അങ്ങനെ പാർട്ടി വോട്ട് കൈവിട്ടു പോകും, തൃക്കരിപ്പൂരിൽ കഷ്ടിച്ച് കടന്നുകൂടും എന്നുള്ളതൊക്കെയാണ് പാർട്ടി വിലയിരുത്തൽ എന്ന വാർത്തകളാണ് വരുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് കേരളത്തിന് സമ്മാനിക്കുന്നത് വലിയ അത്ഭുതങ്ങൾ തന്നെയായിരിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല എന്ന് തോന്നുന്നു.